എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നത്തെ വെടിക്കെട്ട് വീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു റിസൾട്ട് കിട്ടിയത് ഏതാണ്ട് ഒരു 12 മണിക്ക് ഏതാണ്ടും ശുഭമായി. വെടിക്കെട്ടിൽ UDF 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു. നല്ലൊരു വെടിക്കെട്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ ഈ UDFൻ്റെ വാണങ്ങൾ ഇങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ വരികയായിരുന്നു. അമിട്ടും ഒക്കെ ആൾക്കാർക്ക് കുറച്ച് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഏതാണ്ട് 12 മണിയായപ്പോൾ വെടിക്കെട്ടിൻ്റെ ഏതാണ്ട് അവസാന ഭാഗമായി. അതിൽ UDFൻ്റെ വെടിക്കെട്ട് ഏറ്റവും മികച്ചതായി അറിയാൻ പറ്റി. 2ാം സ്ഥാനത്ത് എത്തിയത് LDF. ശരം ദുഃഖം തോന്നി. സ്വന്തം ജന്മനാട്ടിൽ ഉള്ള മിസ്റ്റർ സുരാജ് ആയിരുന്നു LDFൻ്റെ സ്ഥാനാർത്ഥി. നാട്ടുകാർ മിസ്റ്റർ സുരാജിനെ അത്ര കണ്ട് ശ്രദ്ധിച്ചില്ല. അതിൽ ദുഃഖമുണ്ട്. ഞാനും സുരാജിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സാരമില്ല സുരാജ്, നിങ്ങൾ വീണ്ടും അംഗം എത്രയോ, നിങ്ങൾ ഇതിലൊന്നും വിഷമിക്കരുത്. തോൽവികൾ സാധാരണമാണ്. ആ പുതുപ്പള്ളിയിൽ ആ ജയ്ക്ക് എത്ര തവണ മത്സരിച്ചിരിക്കുന്നു. പുള്ളിക്ക് തോക്കുന്ന ഒരു ഹരമായിട്ട് കിടക്കുന്നതാണ്. അതുപോലെ സുരാജും തോൽക്കുന്ന ഹരമാക്കേണ്ട, ജയിക്കും. ഒന്നും വിഷമിക്കരുത്. ചെയ്തതിൻ്റെ കൂലി കിട്ടേണ്ടവർക്ക് കിട്ടി, ഇത്രേ പറയാനുള്ളൂ. ഈ പബ്ലിക്കിനെ അങ്ങനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ നമ്മളോടൊപ്പം നിൽക്കും. സമയം വരുമ്പോൾ പബ്ലിക്കിൻ്റെ ഇത് മാറും. കാരണം ഇവർക്ക് ആദ്യം ഒരു 2 തവണ ഇവർക്ക് പണി കിട്ടി. പബ്ലിക്കിന് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഇനിയിപ്പോൾ വീണ്ടും ഒരു 3ാം തവണ കൂടെ ഈ LDF വരുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ്. പക്ഷെ അതിന് ശകലം ഒരു ദുസൂചനയാണ് ഈ ബൈ ഇലക്ഷനിൽ ഉണ്ടായത്. സാരമില്ല, വെടിക്കെട്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ വരും. അതിങ്ങനെ അത് കുറച്ച് നേരം കഴിയില്ല. ആകാശത്ത് ഈ മിന്നി തിളങ്ങുന്നൊക്കെയാണ്. നക്ഷത്രം വിടും, വാണം വിടും, പല പരിപാടികൾ വിടും. സോ കുഴപ്പമില്ല. അടുത്ത വെടിക്കെട്ട് ഭംഗിയാക്കണം. ഈ നിലമ്പൂരിൽ തന്നെ നല്ലൊരു വെടിക്കെട്ട് കാഴ്ചവെക്കണം. പക്ഷേ നിലമ്പൂർ മാത്രം, അന്ന് കേരളത്തിൽ മൊത്തം വെടിക്കെട്ടിൻ്റെ ബഹളമായിരിക്കും. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതിനുള്ള എല്ലാ സംവിധാനവും ഇപ്പോഴേ തുടങ്ങണം. മിസ്റ്റർ സുരാജിനൊക്കെ അറിയുമല്ലോ ഇവിടെ എന്ത് ഗിമിക്സാണ് കളിക്കേണ്ടതെന്ന്. അതിപ്പോഴൊന്നും തുടങ്ങുക. എങ്കിലേ അത് ഈ വെടിക്കെട്ട് നല്ല രീതിയിൽ പബ്ലിക്കിന് കാണിക്കാൻ പറ്റൂ. എന്തായിരുന്നാലും സുരാജിൻ്റെ ഈ തോൽവിയിൽ ദുഃഖിക്കുന്നു. ഈ തോൽവി ജയത്തിൻ്റെ ഒരു സന്ദേശം കൂടി ഒന്നുകൂടി കാണുക. കൂടെ നിന്നവർ കാലുവാരിയിട്ടുണ്ടാവും. പാർട്ടിക്കാർ തന്നെ ശരിക്ക് LDF സ്ഥാനാർത്ഥിയെ സഹായിച്ചെന്ന് പറയാൻ പറ്റില്ല. അത് കിട്ടിയ വോട്ടിൻ്റെ വെളിച്ചത്തിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഒത്തിരി സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. നമ്മുടെ മിസ്റ്റർ അൻവറും പിന്നെ BJPയും ഇവരൊക്കെ മത്സരിച്ചു. തെറ്റില്ലാത്ത വോട്ട് അവർക്കൊക്കെ കിട്ടി. കുഴപ്പമില്ല. കീപ്പ് ഇറ്റ് അപ്പ്. ഇതൊക്കെ ഒരു ചെറിയ വെടിക്കെട്ടാണ്. തയ്യാറാകുക ഒരു വലിയ വെടിക്കെട്ടിന് വേണ്ടി. അഭിവാദനങ്ങൾ. ജയിച്ചവർക്കും അഭിവാദനങ്ങൾ, തോറ്റവർക്കും ലൈഫ് വിഷൻ്റെ അഭിവാദനങ്ങൾ. എല്ലാവർക്കും ഈ വെടിക്കെട്ടിൽ പങ്കുചേർന്നവർക്ക് നല്ലത് വരട്ടെ. നല്ലൊരു വെടിക്കെട്ട് കാഴ്ചവയ്ക്കാൻ LDFനും UDFനും ദെൻ BJPക്കും അൻവറിനും ഒക്കെ സാധിച്ചു. ഇനിയും അടുത്തൊരു വെടിക്കെട്ടിന് ഉള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. ഇപ്പോഴേ തുടങ്ങണം. എങ്കിൽ മാത്രമേ നിൽക്കാനുള്ള ഇതിനിടയ്ക്കൊക്കെ കൊച്ചു പരീക്ഷണങ്ങൾ നടത്തണം. സോ
എനിക്ക് ദുഃഖമുള്ളത് സ്വന്തം നാട്ടിൽ സുരാജ് തോക്കരുതായിരുന്നു. അത് പാർട്ടിക്കുള്ളിൽ ശരിയായ ഒരു അന്വേഷണം നടത്തണം. എന്തുകൊണ്ട് തോറ്റു എന്ന് കുറച്ച് പ്രസ്താവനകളൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ തോൽവിക്ക് അങ്ങ് മറക്കാം. അടുത്ത ജയത്തിലേക്കുള്ള പ്രയാണവും തുടങ്ങാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.